ഹലോ, ഇന്ന് നമ്മൾ എറണാകുളത്ത് പാലാരിവട്ടത്താണ്. ഇത് നാഷണൽ ബിൽഡേഴ്സിൻ്റെ കിങ്ഡം എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്തതിൻ്റെ ഷോക്കേസ് ചെയ്യാണ് നമ്മൾ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള യൂട്യൂബ് ചാനലുള്ള ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള സുജിത് ഭക്തൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ അന്ന് പോലെ നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ആരംഭിക്കുകയാണ് അല്ലേ, എറണാകുളത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ ഫൈനലി യാഥാർത്ഥ്യമായി. ശരിക്കും ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ചെയ്യണം, പിന്നെ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ട്രാവൽ എലമെൻറ്റ്സ് കൊണ്ടുവരണം. ഞാനൊരു ട്രാവൽ വ്ളോഗറാണല്ലോ. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കുറേ സംഭവങ്ങൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന സംഭവങ്ങളൊക്കെ അധികം ബോറാകാത്ത രീതിയിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ടാവണം, പിന്നെ ധാരാളം പ്ലാന്റ്സ് വേണം എന്നുള്ളത്. അതെ, അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഫുള്ള് നമ്മളൊരു ഗ്രീൻ തീം ആയി മാറി മൊത്തത്തിൽ എന്ന് പറയാം. ഇത് ഏകദേശം ഒരു 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഒരു ലേഔട്ടാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് റൂം ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ്. ഇതിൽ 2-3 ബാൽക്കണികളുണ്ട്. ലിവിങ്ങിൻ്റെ സൈഡിലുണ്ട് ഒരു ബാൽക്കണി. ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സ്പേസ് ഒരു വലിയ ബാൽക്കണിയാണ്. ഈ ബാൽക്കണി ആക്ച്വലി 2 ബെഡ്റൂമിൽ നിന്നാലും പിന്നെ ഡൈനിങ്ങിൽ നിന്നാലും ലിവിങ്ങിൽ നിന്നാലും എല്ലാം കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ. നല്ലൊരു ലേഔട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ. ആക്ച്വലി ഇവർക്ക് വേറെ വാൾ ഷെയറിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. എല്ലായിടത്തേക്കും വ്യൂ ഉണ്ട്. ആ ഒരു രീതിയിലാണിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ കളർ തീമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ രീതിയിലാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ നമ്മളുടെ പ്രോജക്റ്റുകളും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമ്മളിവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളർ സ്കീം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒലീവ് ഗ്രീൻ, ഒരു ബേജ് ടച്ചുള്ള, പിന്നെ ലൈറ്റായിട്ടുള്ള നമ്മൾ വുഡിൻ്റെ മിക്സും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫ്ലൂട്ടഡ് ഗ്ലാസ് എലമെൻസും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇലാബറേറ്റ് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സട്ടിലായിട്ടുള്ള, ക്ലയൻറ്റിന് വേണ്ടതും അങ്ങനെ തന്നെയായിരുന്നു. 2800 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ 4 ബെഡ്റൂമും കൂടെ വരുമ്പോഴത്തേക്കിനും ലിവിങ് ഏരിയയിൽ കോംപ്രമൈസ് ആവാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിൽഡറുടെ പെർമിഷനോട് കൂടി, ബിൽഡറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ആ സമയം മുതൽ നമ്മൾ ആ ഒരു ലിവിങ് ഏരിയ വലുതാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറേ ശ്രമിച്ചിരുന്നു. ആ ശ്രമിച്ച സമയത്തൊക്കെ ശരിക്കും നമ്മളെ അന്ന് പോലെ നമ്മളെ മനാഫ്ക സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നൊരു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു, അതായത് ഈ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അകത്ത് എന്തൊക്കെ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ളത് മുതൽ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ഫൈനൽ ഇപ്പോൾ ഈ ഒരു സാധനം ഇതിൻ്റെ മേളിൽ വെക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനാഫ്ക നോക്കിയത് ചെയ്തു തന്നു. എന്തായാലും വളരെ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. ഒന്നും എടുത്ത് കാണിക്കത്തക്ക ഒരു ഡിസൈനൊന്നും ഇല്ലാതെ അന്ന് സെയിം ടൈം വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ടൈംലെസ് ഡിസൈൻ, അതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. എൻഡ് ഓഫ് ദി ഡേ അത് തന്നെയാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസ് എല്ലാം വളരെ മിനിമൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് അറേഞ്ച്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ ഒരു വാട്ടർ ബോഡി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു
വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി ക്ലയൻറ്റിന് അതെല്ലാം വളരെ ഇഷ്ടമാണ്. നേച്ചറോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് സുജിത്ത്. അപ്പോൾ ആ ഒരു ടോണിലാണ് നമ്മളിത് മൊത്തം ചെയ്തിട്ടുള്ളത്. ഞാൻ ബേസിക്കലി രാത്രി ഉറങ്ങാൻ മാത്രമാണ് ബെഡ്റൂമിൽ പോകാറുള്ളത്. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുക നമ്മൾ ലിവിങ് റൂമിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പേസിലായിരിക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ബാൽക്കണിയിൽ വിശാലമായിട്ടിരിക്കുക. രാവിലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും, ഉച്ച കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും. പിന്നെ ഞങ്ങളൊരു വാട്ടർഫോൾ പണിതു. വാട്ടർഫോളൊക്കെ ലാസ്റ്റ് ടൈം ഐഡിയ ആയിരുന്നു. ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നുള്ള സംഭവമല്ല വാട്ടർഫോൾ. അവസാനമായപ്പോഴത്തേക്കിനും നമുക്ക് ഇത്രയും വലിയൊരു ബാൽക്കണി ഉണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് അവിടെ ഒരു വാട്ടർഫോൾ ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മള് വേൾഡ് മാപ്പ് വാങ്ങിച്ചത്. അതെ, വേൾഡ് മാപ്പ് കൊണ്ടുവന്നു. അത് മനോഹരമായിട്ട് നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു. അതിന് പറ്റിയൊരു വോള് കിട്ടി. ആ വാട്ടർഫോളും വേൾഡ് മാപ്പും പിന്നെ ആ ഒരു വുഡൻ ഫ്ലോറിലുള്ള ആ ഒരു ബാൽക്കണിയും ആണ് ശരിക്കും ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് വന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഈ വീട്ടിലെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആ ഒരു മെയിൻ ഒരു ബാൽക്കണി ഏരിയ ആണ്. ഫൈനലി വി ആർ ഹാപ്പി വിത്ത് ഇറ്റ്. എന്തായാലും എല്ലാവരുടെയും സ്വപ്നം എന്നുള്ള പോലെ നമ്മളുടെയും സ്വപ്നം ആയിട്ടുള്ള ആ ഒരു ഡ്രീം ഹോം ഞങ്ങളിപ്പോൾ താമസം ആരംഭിച്ചിരിക്കുകയാണ്.